കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് മറ്റു വിവരങ്ങൾ നൽകും. നിഖിൽ, സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഒരു അനുശോചന യോഗം നടക്കും എന്നറിയിച്ചിരുന്നു. ആ അനുശോചന യോഗം തുടരുകയാണോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, അനുശോചന യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ മാവൂർ വൈദ്യുതി ശ്മശാനത്തിൽ പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ തന്നെ അവിടെ ഈ അനുശോചന യോഗം ആരംഭിച്ചിരുന്നു. മന്ത്രിമാരടക്കമുള്ള സാംസ്കാരിക രാഷ്ട്രീയ കലാരംഗത്തെ പ്രമുഖർ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. MT-യുടെ വസതിയിലേക്ക് സിതാരയിലേക്ക് എത്തിച്ചേർന്ന ആളുകളെല്ലാം തന്നെ, അതിൽ ഭൂരിഭാഗം ആളുകളും ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന ഇടത്തേക്കും എത്തിച്ചേർന്നിരുന്നു. കാരണം അത് MT-യോടുള്ള ഒരു അടുപ്പം കൂടിയാണ്. അദ്ദേഹത്തിന്റെ അവസാന യാത്രയിൽ, അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ ഒപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ജനതയാണ് അവിടേക്കും എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും അനുശോചന യോഗം പുരോഗമിക്കുകയാണ്. ഓരോരുത്തരും വ്യക്തിപരമായി എന്തായിരുന്നു അവർക്ക് MT എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പരിധിവരെ വൈകാരികമായിട്ടുള്ള അവരുടെ ഓർമ്മകൾ കൂടിയാണ്. എന്തായാലും കൂടല്ലൂരിന്റെ എഴുത്തുകാരൻ, നിളയുടെ എഴുത്തുകാരൻ, മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ, അങ്ങനെ അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായ ഒരു യാത്രാമൊഴി നൽകുകയാണ് അദ്ദേഹം ഏറെ നാൾ ചിലവഴിച്ച അദ്ദേഹത്തിന്റെ നാട് എന്ന് മാത്രമല്ല, കൂടല്ലൂരിൽ നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും മലയാളികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരുപക്ഷെ MT-യുമായി അങ്ങനെ ഏറ്റവും അടുപ്പമുള്ള ആളുകൾ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ മാത്രം അദ്ദേഹത്തെ അറിഞ്ഞിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് അദ്ദേഹത്തിന്റെ സിതാര എന്ന വസതിയിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും 5:30 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായും പൂർത്തിയായി. അതിനുശേഷം അനുശോചന യോഗം ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ്. വിജയകുമാർ. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. അനുശോചന യോഗത്തിൽ ചില പ്രമുഖ എഴുത്തുകാരടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ. അതിൽ ബെന്യാമിൻ ഇങ്ങനെയാണ് പറയുന്നത്: എഴുത്തുകാരുടെ അഹങ്കാരമായിരുന്നു MT എന്നത്. അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയാൻ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു എന്നാണ് ബെന്യാമിൻ പറയുന്നത്. അദ്ദേഹം മുന്നോട്ട് വെച്ച ജനാധിപത്യ മതേതര മൂല്യങ്ങൾ നമുക്ക് സംരക്ഷിക്കണമെന്ന് ബെന്യാമിൻ പറയുകയാണ്. P. മോഹനൻ പറയുന്നു, ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്കായി നിലകൊണ്ട വ്യക്തിയാണ് MT എന്ന് പറയുന്നു. അവകാശ പോരാട്ടങ്ങൾക്ക് അതെന്നും പ്രചോദനമായിരുന്നു എന്ന് പറയുന്നു. KP രാമണ്ണന്റെ പ്രതികരണം: MT പ്രസരിപ്പിച്ച അക്ഷരങ്ങളെ വരും തലമുറയ്ക്ക് പകർന്നു നൽകാം എന്നാണ് പറയുന്നത്. അലങ്കോട് ലീലാകൃഷ്ണൻ പറയുന്നു, ഭാഷ അനാഥമായി എന്ന്. അങ്ങനെ പ്രതികരണങ്ങളൊക്കെ അനുശോചന യോഗത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്.